കേരളത്തിൽ മൂന്നാമത് LDF ഗവൺമെന്റ് വരുമ്പോ കളമശ്ശേരിയിൽ രണ്ടാമത്തെ തുടർച്ചയുണ്ടാകാൻ കഴിയണം. അങ്ങനെ തുടർച്ചയുണ്ടായാൽ ഞാൻ ഉറപ്പു നൽകുന്നു, കളമശ്ശേരി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളുടെ കേന്ദ്രമായി, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി, മെഡിക്കൽ ഹബ്ബായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ടതില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കളമശ്ശേരി മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇതേ ആലങ്ങാട് പഞ്ചായത്തിൽ തന്നെയാണ് പൊതുയോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് എത്തിയത്. അന്ന് അദ്ദേഹം കളമശ്ശേരിയോട് ഒരു കാര്യം പറഞ്ഞു. കളമശ്ശേരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, ആ വിജയം കേരളത്തിന് ആവശ്യമാണ് എന്ന് അന്ന് മുഖ്യമന്ത്രി മണ്ഡലത്തിലെ ജനതയോട് അഭ്യർത്ഥിച്ചു. കളമശ്ശേരി അത് ഏറ്റെടുത്തു. ഈ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ വിജയിപ്പിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ളതായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിച്ചതിന് ശേഷം ജനങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ MLA-മാരുടെ പിൻബലത്തോടുകൂടി വീണ്ടും അധികാരത്തിൽ വന്ന ചരിത്ര സന്ദർഭമായിരുന്നു അത്. നിങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ പ്രതിനിധിയാക്കിയത് കൊണ്ട് കേരളത്തിന്റെ മന്ത്രിസഭയിൽ ആ ചരിത്രം സൃഷ്ടിച്ച് രൂപീകരിക്കപ്പെട്ട തുടർച്ചയുടെ മന്ത്രിസഭയിൽ വ്യവസായ നിയമ വകുപ്പുകൾ പ്രധാനമായും കൈകാര്യം ചെയ്യാൻ എന്നെയാണ് മുന്നണി ചുമതലപ്പെടുത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിലൂടെ എന്താണോ ജനങ്ങളുടെ മുൻപിൽ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ നൽകിയത്, ആ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രതിനിധിയായി വീണ്ടും തെരഞ്ഞെടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കളമശ്ശേരിയിൽ നിൽക്കുന്നത്. വ്യവസായത്തിന്റെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞു, 2026 ആകുമ്പോ കേരളം വ്യവസായത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒന്നാമതാകും. 2026 ജനങ്ങൾക്ക് നമ്മൾ നൽകിയ വാഗ്ദാനം. എന്നാൽ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴേക്കും കേരളം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വ്യവസായ സൗഹൃദത്തിന്റെ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തേക്ക് എത്തി. വീണ്ടും 2024 റാങ്ക് വന്നപ്പോൾ നമുക്കത് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ജനങ്ങൾക്ക് വലിയ വാഗ്ദാനം പാലിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓരോ വർഷവും വാർഷികവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു. അതിൽ അദ്ദേഹം പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുൻപിൽ സമർപ്പിക്കും. എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തത്, എന്ത് വാഗ്ദാനം നൽകി, വാഗ്ദാനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമില്ല. കളമശ്ശേരി മണ്ഡലത്തിൽ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ 5 വർഷമല്ല, എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെയൊരാളെ തെരഞ്ഞെടുത്തല്ലോ എന്നോർത്ത് ശിരസ് കുനിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്നുറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. ആ ഉറപ്പ് പൂർണ്ണമായും പാലിച്ച് കളങ്കമില്ലാത്ത കളമശ്ശേരിയെ രൂപപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വീണ്ടും അഭിമുഖീകരിക്കുന്നത്. സമഗ്രമായ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. ചിലര് പറയുന്നത് ഈ വികസനം എത്ര പാലം പണിതു. നമുക്ക് ഇപ്പോ ഇങ്ങോട്ട് വരുമ്പോ യൂസഫിന്റെ കാലത്ത് പ്രിയപ്പെട്ട മുൻ MLA യൂസഫ് ഉള്ളപ്പോഴും മേത്താനം പാലം ആ കാര്യങ്ങൾ തുടക്കം കുറിച്ചത്. അങ്ങനെ പല പാലങ്ങളുണ്ട്. ചിലയിടത്താണ് ഈ പാലം ശൂന്യതയിൽ, പുളിയന്നൂരുകാരുണ്ടാവുമല്ലോ, ശൂന്യതയിൽ പാലം നിർമ്മിച്ചിട്ടുണ്ടല്ലോ. ശൂന്യതയിൽ HMD ജംഗ്ഷൻ മുതലുള്ള റോഡ് വികസനം, ആദ്യം റോഡ് നന്നാക്കി, പിന്നെ വീണ്ടും 6 മാസം കഴിയുമ്പോൾ അത് പൊളിച്ച് അടുത്ത നവീകരണം, 6 മാസം കഴിഞ്ഞ് അത് പൊളിച്ച് BM&BC, 6 മാസം കഴിയുമ്പോൾ അത് പൊളിച്ച് ടോപ്പ് വൈറ്റിംഗ്, ഇങ്ങനെയുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങൾ. വികസനം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തലാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിലേക്ക് കടന്ന് ഓർമ്മ മറയുന്ന ആളുകളെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചുള്ള ഒപ്പം ആ വികസന കാഴ്ചപ്പാടാണ് 5 വർഷം ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ കൊച്ചി മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പുതുതായി ആരംഭിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനോടൊപ്പം ഏറ്റവും സവിശേഷതയാർന്നത് കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ബ്ലോക്കാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഏതെങ്കിലും ഗൗരവമായ അസുഖമുണ്ടെങ്കിൽ വൻകിട ആശുപത്രികളെ ആശ്രയിക്കാൻ നിർബന്ധിതമാകും. ആദ്യത്തെ 1-2 ദിവസം കഴിയുമ്പോൾ ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഉത്കണ്ഠ കൂടും. എന്നാൽ എന്തെല്ലാം സൗകര്യങ്ങളാണോ കോർപ്പറേറ്റ് ആശുപത്രികളിലുള്ളത്, അതേ സൗകര്യങ്ങൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിന്
മെഡിക്കൽ കോളേജിനകത്ത് ഉറപ്പുവരുത്തുന്ന ഒപ്പമാണ് ഉദ്ഘാടനം ചെയ്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ഉള്ളത്. അങ്ങനെ ജനിച്ചു വീഴുന്ന കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ അംഗനവാടിയിലേക്ക് പോയാൽ തലകുത്തി മറിഞ്ഞ് ആഹ്ലാദഭരിതമായി പഠിക്കാൻ കഴിയുന്ന സ്മാർട്ട് അംഗനവാടികൾ. അവിടെ നിന്ന് ലോവർ പ്രൈമറി സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് രാവിലെ പോഷക സമൃദ്ധം പ്രഭാതം പ്രാതൽ. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത രൂപത്തിൽ 41 ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് സ്ഥാപിച്ച് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായ ജലമുറപ്പുവരുത്തുന്നു. ആ രൂപത്തിൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാ കെട്ടിടങ്ങളും, വിദ്യാലയങ്ങൾ, ഏറ്റവും ആധുനികമായ കെട്ടിട സൗകര്യങ്ങൾ, ക്ലാസുകൾക്കകത്ത് ഇന്ററാക്റ്റീവ് ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ, കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ. അവിടെ നിന്ന് കോളേജിലേക്ക് വന്നാൽ ITI, ഫുഡ് ക്രാഫ്റ്റ്, പോളിടെക്നിക്, ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി കൊച്ചി സർവകലാശാല 450 കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ലോകോത്തര സർവകലാശാലയാകാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏറെ പുറകിൽ റാങ്കിങ്ങിൽ നിന്നിരുന്ന കൊച്ചി സർവകലാശാല ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 സർവകലാശാലകളിൽ ഒന്നാക്കി മാറ്റാൻ ഈ 5 വർഷം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരം. പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി ഉറപ്പുവരുത്താൻ നൈപുണ്യ പരിശീലനം, അസാപ്പിന്റെ പരിശീലന പദ്ധതി, ഇത് കൂടാതെ TCCയുടെ ലാൻഡിൽ 110 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് BPCLന്റെ നേതൃത്വത്തിൽ എല്ലാം സൗജന്യമായി. ഹോസ്റ്റൽ സൗജന്യം, ഫീസ് സൗജന്യം, യൂണിഫോം സൗജന്യം, ഭക്ഷണം സൗജന്യം, എല്ലാം സൗജന്യമായി 100% പ്ലേസ്മെന്റ് ഉറപ്പുവരുത്തുന്ന സ്കിൽ ഡെവലപ്മെന്റ് അക്കാദമി. സ്വപ്നം കാണുന്ന നമ്മുടെ കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വയ്ക്കാൻ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ സെന്റർ നിർമ്മാണം പൂർത്തീകരിച്ചു. ഭാവിയിലെ പദാർത്ഥം എന്നറിയപ്പെടുന്ന ഗ്രഫീൻ, ആ ഗ്രഫീനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന്റെയും നിർമ്മാണത്തിന്റെയും 60 കോടി ചെലവഴിച്ചുകൊണ്ടുള്ള ഗ്രഫീൻ അറോറ ഇന്നൊവേഷൻ സെന്റർ കളമശ്ശേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. കേരളത്തിൽ RCCയും മലബാർ ക്യാൻസർ സെന്ററുമാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ മധ്യ കേരളത്തിന് വേണ്ടി ക്യാൻസർ റിസർച്ച് സെന്റർ. നേരത്തെ ഇട്ട കല്ല് എവിടെയാണെന്ന് പോലും കാണാതിരുന്നതാണ്. അവിടെ നിർമ്മാണം തുടങ്ങി 5 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. അപ്പൊ ജനിച്ചു വരുന്ന ആളുകളുടെ കുഞ്ഞു മുതൽ ഇങ്ങോട്ടുള്ളതിൽ നിന്ന് പ്രായമായി കഴിഞ്ഞാൽ എൽഡേഴ്സ് ക്ലബ്ബ്, അതേപോലെ തന്നെ ഓർമ്മ മറയുന്നവർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് ഡിമെൻഷ്യ സെന്റർ, വിഭിന്ന ശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്നു. എറണാകുളം ജില്ലയിൽ മാതൃകയായി മാറുന്ന ഓട്ടിസ്റ്റിക്കിന്റെ മോഡൽ സെന്റർ കുറ്റിക്കാട്ടുകരയിൽ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന വികസനം. സാധാരണ ജനപ്രതിനിധികളുടെ വികസന കാഴ്ചപ്പാടിനകത്ത് ഇടം കിട്ടാത്തതാണ് ലൈബ്രറികളുടെ വികസനം. ഏകദേശം 1.5 കോടി ചെലവഴിച്ചുകൊണ്ട് മണ്ഡലത്തിലെ ലൈബ്രറികൾ ആധുനികവൽക്കരിച്ചു. കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ. അനുഗ്രഹീതമായ കളമശ്ശേരി മണ്ഡലത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളായ ലീലാവതി ടീച്ചറുടെയും സേതു സാറിന്റെയും തോമസ് മാത്യു സാറിന്റെയും ഗ്രേസി ടീച്ചറുടെയും സുഭാഷ് ചന്ദ്രന്റെയും പേരിലുള്ള പുസ്തക കോർണറുകൾ. സാംസ്കാരികമായ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ കളമശ്ശേരിയിലും ഏലൂരും ഇതിനു മുൻപ് ഹോമിയോ ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല. 2 നഗരസഭകളിലും പുതിയ ഹോമിയോ ആശുപത്രികൾ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ ആയുർവേദ ചികിത്സാ സൗകര്യങ്ങളും ഏലൂർ ആയുർവേദ ആശുപത്രിയിൽ ആരംഭിച്ചു. ഹോമിയോ കെട്ടിടങ്ങൾ പുതുതായി. എറണാകുളം ജില്ലയിൽ ആദ്യമായി യുനാനി ക്ലിനിക്ക് കടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയ്ക്കകത്ത്. റോഡുകളുടെ കണക്ടിവിറ്റി നോക്കൂ. 2003 മിലച്ചു പോയതാണ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ വികസനം. കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിരുന്നു. 7 പേർ കോൺഗ്രസിന്റെ, ഒരാൾ മുസ്ലിം ലീഗിന്റെ, 7ൽ 2 പേർ ക്യാബിനറ്റ് റാങ്ക് ഉള്ളവർ. കളമശ്ശേരിയുടെ പ്രതിനിധി കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രി, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം HMD, കേന്ദ്ര പ്രതിരോധാലയത്തിന്റെ കീഴിലുള്ള NAD. 1 കിലോമീറ്റർ റോഡിന് വേണ്ടി ഒരു തരി മണ്ണ് ആ കാലയളവിൽ വിട്ടുകിട്ടാൻ പ്രവർത്തിക്കാനോ മുൻകൈയെടുക്കാനോ കഴിയാതെ നഷ്ടപ്പെടുത്തിയ വർഷങ്ങൾ. ഇപ്പൊ നമ്മളെല്ലാ കുരുക്കുമഴിച്ചു. സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട് പണം കെട്ടിവെച്ച് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ HMD NAD നിർമ്മാണ പ്രവർത്തനങ്ങൾ ടെൻഡർ അവാർഡ് ചെയ്യുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് NAD മകളാലയം വരെയുള്ള ലാൻഡ് ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുവഴി ആ റോഡിന്റെ പൂർത്തീകരണത്തിലേക്കാണ് എത്തുന്നത്. സീപോർട്ട് എയർപോർട്ട് മാത്രമല്ല, ഇപ്പോൾ ആലുവ ആലങ്ങാട് റോഡ്, കങ്ങരപ്പടി റോഡ്, ഏലൂർ മുട്ടാർ മഞ്ഞുമൽ റോഡ്, വീതി എത്രയാണെന്ന് പോലും ഉറപ്പിക്കാൻ കഴിയാതെ പോയ സ്ഥലങ്ങളിലെല്ലാം വീതി നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്.
1000 കോടിയുടെ ജുഡീഷ്യൽ സിറ്റിക്ക് ഭരണാനുമതി ലഭിച്ചു. 200 കോടിയുടെ സയൻസ് സിറ്റി വരികയാണ്. അങ്ങനെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ചിലത് പൂർത്തീകരിച്ച്, ചിലവിന് തുടക്കം കുറിച്ച്, ചിലവിന് ഭരണാനുമതി ലഭിച്ചുകൊണ്ടാണ് വീണ്ടും വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണം. കേരളത്തിൽ 3ാമത് LDF ഗവൺമെന്റ് വരുമ്പോ കളമശ്ശേരിയിൽ 2ാമത്തെ തുടർച്ചയുണ്ടാകാൻ കഴിയണം. അങ്ങനെ തുടർച്ചയുണ്ടായാൽ ഞാൻ ഉറപ്പു നൽകുന്നു, കളമശ്ശേരി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളുടെ കേന്ദ്രമായി, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി, മെഡിക്കൽ ഹബ്ബായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ടതില്ല. യുവതയ്ക്കൊപ്പം 175 ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചുറ്റികാരിവാൻ നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്ത് എല്ലാവരും ഒപ്പം നിന്ന് വിജയിപ്പിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.